മോദിയുടെ സെലക്ഷൻ കമ്മീഷന്റെ SIR-നെതിരെയും വോട്ടുകൊള്ളയ്ക്കെതിരെയും കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷനെതിരെ മുമ്പെങ്കും ഇല്ലാത്ത രീതിയിൽ വലിയ പ്രക്ഷോഭമാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഉടനീളം നടത്തുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ മോദിയുടെ സെലക്ഷൻ കമ്മീഷനെതിരെ കോൺഗ്രസ് നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ ചില ദൃശ്യങ്ങൾ കാണുകയും അവലോകനം ചെയ്യുകയും ചെയ്യാം. കോൺഗ്രസ് നടത്തുന്ന ഈ വലിയ തെരുവിലിറങ്ങിയുള്ള പ്രക്ഷോഭങ്ങളുടെ ദൃശ്യങ്ങൾ ഇന്ത്യയിലെ ഗോതി മീഡിയകളൊന്നും ജനങ്ങളിൽ എത്തിക്കുകയില്ല. അതിനാൽ ഇത്തരം ന്യൂസുകൾക്കായി ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇവിടെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പങ്കുവച്ച ഒരു വീഡിയോ ആണ് ഇത്. ഹരിയാനയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മോദിയുടെ ചിത്രത്തിൽ കരിവാരി തേക്കുന്ന വീഡിയോ ആണ് ഇത്. സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലാകുന്ന ഈ വീഡിയോ കണ്ടുകൊള്ളൂ. സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് മോദിയുടെ വലിയ കട്ടൗട്ട് മുഖത്ത് കരി തേക്കുകയാണ് ഇവിടെ. അധികം താമസിയാതെ ഇലക്ഷൻ നടക്കുന്ന ആസാമിൽ കോൺഗ്രസ് നടത്തിയ ഇലക്ഷൻ കമ്മീഷനെതിരെയുള്ള പ്രക്ഷോഭത്തിന്റെ ദൃശ്യങ്ങളാണ് ഇത്. പോലീസിനെയും പട്ടാളത്തെയും ഇറക്കി ഈ സമരത്തെ അടിച്ചമർത്താൻ മോദിയുടെ നോൺ ബയോളജിക്കൽ ഗവൺമെന്റ് സർവ്വ ശ്രമവും നടത്തുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ എല്ലാ പ്രതിബന്ധങ്ങളും തട്ടി നീക്കിയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ജനങ്ങളുടെ സമ്മതിദാനാവകാശം കവർന്നെടുക്കുന്നതിനെതിരെ ആസാമിന്റെ തെരുവുകളെ സ്തംഭിപ്പിച്ചത്. ഗോ ബാക്ക് മുദ്രാവാക്യം വിളികളോടെയാണ് അവർ ഇവിടെ പ്രക്ഷോഭം നടത്തുന്നത്. ഇതും ഹരിയാനയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ മോദിയുടെയും മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനിയുടെയും ചിത്രങ്ങൾ അടങ്ങിയ കൂറ്റൻ കട്ടൗട്ടിൽ അവരുടെ മുഖത്ത് കറുത്ത പെയിന്റ് അടിച്ച് മറയ്ക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അതുപോലെ അവർ വോട്ട് ചോർ ഗത്തി ചോട്ട് എന്നും എഴുതുകയാണ്. വോട്ട് കള്ളന്മാർ അധികാരം ഒഴിയൂ എന്ന്. സംസ്ഥാനമെമ്പാടുമുള്ള ഇത്തരം വലിയ കട്ടൗട്ടുകളിൽ ഇവർ ഇങ്ങനെ കറുത്ത പെയിന്റ് അടിക്കുകയും എഴുതുകയും ചെയ്യുകയാണ്. ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉദയഭാനു ചിബിന്റെ നേതൃത്വത്തിൽ 10,000-കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് മോദിയുടെയും കൂട്ടരുടെയും ഇലക്ഷൻ കമ്മീഷനെ വെച്ചുള്ള വോട്ടുകൊള്ളയ്ക്കെതിരെ പ്രതിഷേധിക്കുന്നത്. വലിയ ബാരിക്കേഡുകൾ നിരത്തി വെള്ളം സ്പ്രേ ചെയ്ത് ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. 100 കണക്കിന് പോലീസുകാരെയാണ് ഇവരെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി, ഈ സമരം അടിച്ചമർത്തുന്നതിനു വേണ്ടി മോദിയും കൂട്ടരും ഇറക്കിയിരിക്കുന്നത്. പോലീസ് മാത്രമല്ല, എല്ലാ വിധത്തിലുള്ള സേനയെയും ഉപയോഗിച്ച് 10,000-കണക്കിന് വരുന്ന ഇവരെ അടിച്ചമർത്താം എന്നാണ് മോദിയും കൂട്ടരും വിചാരിക്കുന്നത്. ഇവരും വോട്ട് ചോർ ഗത്തി ചോട്ട് എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് വലിയ സമരം നയിക്കുന്നത്. വോട്ടുകൊള്ളയ്ക്കെതിരെ 5 കോടിയിലധികം ഒപ്പുശേഖരണമാണ് കോൺഗ്രസ് നടത്തുന്നത്. കർണാടക PCCയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒപ്പുശേഖരണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇത്. 1,12,41,000 ഒപ്പുകളാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇതുവരെ കർണാടകത്തിൽ നിന്നും ശേഖരിച്ചിരിക്കുന്നത്. ഇത് ആസാമിൽ നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ മറ്റ് ചില ദൃശ്യങ്ങളാണ്. ഇവിടെ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രവും മോദിയുടെ ചീഫ് സെലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെയും ചിത്രങ്ങളുമുള്ള ബാനറുമായാണ് ഇവർ പ്രതിഷേധിക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിന് മുന്നിൽ മോദി ആയോഗ് എന്ന് ഇവർ കറുത്ത പെയിന്റ് കൊണ്ട് എഴുതുകയാണ്. അതുപോലെ വോട്ട് ചോർ ഗത്തി ചോട്ട് എന്ന മുദ്രാവാക്യവും മുഴക്കി ബ്രസീലിയൻ മോഡലിന്റെ ചിത്രങ്ങളുള്ള പോസ്റ്ററുകളും ഹിമാചൽ പ്രദേശിലെ ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിന് മുന്നിൽ അവർ പതിക്കുകയാണ്. वोट चोर गद्दी छोड़, वोट चोर गद्दी छोड़, वोट चोर गद्दी छोड़, चुनाव आयोग मुर्दाबाद मुर्दाबाद. ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടുകൊള്ളയ്ക്കെതിരെ 27 ലക്ഷം ഒപ്പുകളാണ് പഞ്ചാബിലെ കോൺഗ്രസ് ഇതുവരെ ശേഖരിച്ചിരിക്കുന്നത്. ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് ഭൂപേഷ് സിംഗ് ബാഗൽ നടത്തുന്ന പത്രസമ്മേളനമാണ് ഇത്. कांग्रेस कमेटी ने वोट चोर गद्दी छोड़ अभियान के तहत 5 करोड़ हस्ताक्षर कराने का लक्ष्य रखा गया था और हर राज्य को
इसका लक्ष्य निर्धारित करके दिया गया था। पंजाब राज्य ने लगभग 27 लाख फॉर्म भरे हैं और हर कॉन्स्टिट्यूंसी से इसको भर के लाया गया है। पूरी सूची हमारे पास है और इसमें हमारे पंजाब के प्रधान राजा वड़िंग जी और एलओपी बाजवा साहब और सभी वहाँ के जिला प्रधान और सभी हमारे विधायक और जितने भी प्रत्याशी सब लोग मिलकर इसको काम किए हैं। सबको बधाई शुभकामना। അദ്ദേഹം ഇവിടെ പറയുന്നത് വോട്ടുകൊള്ളയ്ക്കെതിരെ രാജ്യത്ത് നിന്ന് 5 കോടി ഒപ്പുകൾ ശേഖരിക്കാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. പഞ്ചാബിൽ നിന്ന് ഏകദേശം 27 ലക്ഷം ഒപ്പുകൾ ശേഖരിച്ചു. എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും ആയാണ് ഈ ഒപ്പുകൾ ശേഖരിച്ചത്. ഇത് രാജസ്ഥാനിലെ ജയ്പൂരിൽ നടന്ന പ്രതിഷേധ സമരമാണ്. വലിയ വലിയ ബാരിക്കേഡുകൾ നിരത്തി ഇവരെ തടയാൻ ശ്രമിക്കുകയാണ് മോദിയുടെ പോലീസും പട്ടാളവും എല്ലാം. ജനങ്ങളുടെ ഈ സമരത്തെ എത്ര വലിയ സന്നാഹത്തോടെയാണ് ഇവർ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നത് എന്ന് കണ്ടല്ലോ. പക്ഷെ ഇതൊന്നും ഇവരെ പിന്നോട്ട് നയിക്കുകയില്ല എന്ന് നമുക്ക് ന്യായമായും പ്രതീക്ഷിക്കാം. ഇത് ഹരിയാനയിൽ വോട്ടുകൊള്ളയ്ക്കെതിരെ നടത്തിയ വലിയ സമരം. 10,000-കണക്കിന് ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നത് നമുക്ക് കാണാം. ഹരിയാനയിലെ പ്രധാന നേതാക്കളുടെ എല്ലാം നേതൃത്വത്തിലാണ് ഈ വലിയ പ്രതിഷേധ സമരം നടത്തിയത്. ഇനി പോണ്ടിച്ചേരിയിൽ നടത്തുന്ന സമരത്തിനിടെ നടന്ന രസകരമായ കാര്യങ്ങൾ കാണാം. ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെ ശവമഞ്ചം പോലെയുള്ള കോലമുണ്ടാക്കി അതുമായാണ് ഇവർ പ്രതിഷേധ സമരം നടത്തുന്നത്. ഈ കോലം കത്തിക്കാൻ വേണ്ടി ഇവർ പോകുമ്പോൾ പോലീസുകാർ വന്ന് പിടിവലി നടത്തുകയാണ് ഈ കോലത്തിൽ. അവസാനം അവരിൽ നിന്ന് ആ കോലവും തട്ടിപ്പറിച്ച് പോലീസ് ഓടുകയാണ്. അതുപോലെ ഈ സമരം ചെയ്ത എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ആണ്. അങ്ങനെ രാജ്യമെമ്പാടും കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ മോദിയുടെ സെലക്ഷൻ കമ്മീഷൻ നേരിട്ട് നടത്തുന്ന വോട്ടുകൊള്ളയ്ക്കെതിരെ വലിയ സമരമാണ് അരങ്ങേറുന്നത്. വരും നാളുകളിൽ ഇത് വലിയ ശക്തി പ്രാപിക്കും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ സമരം ശക്തി പ്രാപിച്ച് വോട്ടുകൊള്ള നടത്തുന്ന ജ്ഞാനേഷ് കുമാറിനെയും കൂട്ടരെയും ഇറക്കി വിട്ടില്ലെങ്കിൽ രാജ്യത്തിന്റെ അന്ത്യമാവും കുറിക്കുന്നത്. ന്യായമായും ഈ സമരം വഴി വോട്ടുകൊള്ളക്കാരെ അധികാരത്തിൽ നിന്ന് പുറത്തിറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.